അധ്യക്ഷ, പ്രിയപ്പെട്ട ബാലവേദിയുടെ കോർഡിനേറ്റർ ശ്രീമതി ശ്രീമേന്ദ്രൻ, യോഗം ഉദ്ഘാടനം ചെയ്യുന്ന ഉള്ളാട് ബ്ലോക്ക് പഞ്ചായത്തിലെ പ്രിയപ്പെട്ട അംഗവും നമ്മുടെ ഗ്രന്ഥശാലയുടെ സുദീർഘകാല സെക്രട്ടറിയും പിന്നീട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമൊക്കെയായി തന്റെ പ്രവർത്തന മേഖലയെല്ലാം തന്നെ നല്ല സമ്പുഷ്ടമാക്കിയ ഏറ്റവും വലിയ ആ ഇടങ്ങൾ ഒരുക്കി കൊടുക്കുക എന്ന് പറഞ്ഞ ഗ്രന്ഥശാല പ്രവർത്തന സംബന്ധിച്ച് വലിയ മഹത്തരമാണ്. അവരുടെ കഴിവുകളെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ എന്തൊക്കെയാണോ ഗ്രന്ഥശാലകൾ ചെയ്യേണ്ടത് അത് ഇനിയും തുടരുക. എല്ലാവിധ പിന്തുണയും എന്റെ ഭാഗത്തുനിന്നുണ്ടാകുമെന്ന് മാത്രം സൂചിപ്പിച്ച് എല്ലാ വിദ്യാർത്ഥികളും ഇവിടെ വന്നിട്ടുള്ള കുട്ടികളെയെല്ലാം അഭിനന്ദിച്ചുകൊണ്ട് ഈ പ്രോഗ്രാം അസുന്ദരം നന്നായി തുടരാൻ നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് മാത്രം സൂചിപ്പിച്ച് കുട്ടികളുടെ കലാപരിപാടികൾ നടത്താൻ തയ്യാറായ ഗ്രന്ഥശാല പ്രവർത്തകരെ ഒരിക്കൽ കൂടി അഭിനന്ദിച്ചുകൊണ്ട് എല്ലാവരെയും അനുഭവത്തോടു കൂടി ഈ കുട്ടിക്കൂട്ടം പരിപാടി ഔപചാരികളുടെ പേരിൽ ഉദ്ഘാടനം ചെയ്ത് അറിയിക്കുന്നു. നന്ദി, നമസ്കാരം. ഗ്രന്ഥശാലയിൽ ഈ പ്രവർത്തനങ്ങൾ നിലച്ച കാലം ഉണ്ടായിരുന്നു. ആ കാലത്തും ഈ ഗ്രന്ഥശാലയെ കൈവിടാൻ പിന്നെ ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ അനശ്വർ ദേവിനെ ക്ഷണിച്ചിരുന്നു. ഹലോ, ഞാൻ ഇന്ന് റിപ്പബ്ലിക് ദിനത്തിനെ കുറിച്ചാണ് നിങ്ങളോട് പറയാൻ പോകുന്നത്. 1950 ജനുവരി 26 ഇന്ത്യ ഒരു പരമാധികാര റിപ്പബ്ലിക് രാഷ്ട്രമായി മാറിയത്. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ എന്ന വാചകത്തോടെയാണ്. സുഭരാം മലയജ ശീതളാം സസ്യശ്യാമളാം മാതരം വന്ദേ മാതരം. നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം, 100 അവരെടുത്ത് പറയണം കേട്ടാ. ആദ്യത്തെ അതെ വായിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ അധികം ഹോബീസ് ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് എനിക്ക് കൂടുതൽ താല്പര്യം. എന്റെ പേര് ദയാ മാധവ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിക്കുന്നു. പടം വരയ്ക്കും, ഡാൻസും കളിക്കും. ഞാൻ പ്രസംഗം പഠിക്കുന്നു. പാട്ടോടും ഡാൻസ് കളിക്കും, പടം വരയ്ക്കും. ഞാൻ അനശ്വർ ദേവ്. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എന്റെ ഹോബീസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ആ ചേച്ചിയെ പോലെ തന്നെ ചെടികളെ ഇഷ്ടമാണ്. പിന്നെ ഞാൻ ധാരാളം വായിക്കുകയും ചെയ്യും. എൻ്റെ പേര് അഞ്ജന ടിയർ. ഞാൻ 5th സ്റ്റാൻഡേർഡിൽ പഠിക്കുന്നു. എനിക്കിഷ്ടമുള്ളത് ഹോബീസ് ഡ്രോയിങ് ചെയ്യും, ഡാൻസ് ചെയ്യും, പാട്ട് പാടും. എൻ്റെ പേര് അനില ടിയർ. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എൻ്റെ ഹോബീസ് പടം വരയ്ക്കും, കരോട. അവർ 2 കരോട സ്റ്റെപ്പ് കാണിച്ചു. ഇല്ല കാണിച്ചു പോയോ. ജെഫ്കിനെ എഴുതിയ ഡയറി ഓഫ് എ മിമിക് എന്ന പുസ്തകമാണ്. ഈ പുസ്തകത്തിന് 19 പാർട്സ് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പുസ്തകത്തിന്റെ ആദ്യത്തെ ഭാഗമായ ഡയറി ഓഫ് എ മിമിക്കിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. എന്റെ +1 അവധി സമയത്താണ് ഞാൻ ഈ പുസ്തകം വായിക്കുന്നത്. ആ പുസ്തകത്തിനെന്ന് പറയുമ്പോൾ മാജിക്കിന്റെ ഒരു ഇതാണ് പറയുന്നത്. ഹാരി പോട്ടർ എന്ന് പറയുന്ന കുട്ടിയുടെ ജീവിതവും അവന്റെ ആ സ്കൂൾ, ഹോഗ്വാർട്സ് സ്കൂളും അതിനെയൊക്കെ കുറിച്ചാണ് ആ പുസ്തകത്തിൽ പറയുന്നത്. ഇപ്പം വായനയുണ്ട്, മൊബൈൽ ഫോണും യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ഇപ്പോഴത്തെ കാലത്ത് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് മൊബൈൽ ഫോണാണ്.
എപ്പോഴും മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നുണ്ട്, പുസ്തകവും വായിക്കുന്നുണ്ട്. എൻ്റെ അഭിപ്രായത്തില് വായനയ്ക്ക് ഇച്ചിരി മുൻതൂക്കമുള്ളുണ്ട്. എനിക്ക് ഏജിലുള്ള എൻ്റെ കൂട്ടുകാർ തന്നെ വായനയ്ക്കധികം അതിന് കൊടുക്കുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനെ കണ്ടുകൊണ്ടിരിക്കും, ചിലവർ ഗെയിം അങ്ങനെയൊക്കെ ഉള്ളത്. നമ്മളെ ലൈബ്രറി പിരീഡ് ആഴ്ചയിൽ ഒരു ദിവസം കൊണ്ടുപോകുമ്പോഴേ പത്രമൊക്കെ വായിക്കാൻ തരും. അപ്പൊ ഞങ്ങൾ പറഞ്ഞ പോലെ ഡിജിറ്റൽ ആയിട്ടുള്ള ഒരു ഗ്രന്ഥശാലയെ പറ്റി പറഞ്ഞു. അപ്പൊ അങ്ങനെയുള്ള ഗ്രന്ഥശാലകൾ ഇനി ഒരുപാട് വരാം. മൊത്തം സ്ക്രീനും ഇലക്ട്രിസിറ്റി അങ്ങനെ ടെക്നോളജി പരമായിട്ടുള്ളതൊക്കെ വരാം. അപ്പൊ വായനയിൽ നമ്മൾ അതിന്റെ കൂടെ കൊണ്ടുപോയില്ലെങ്കിൽ On Christmas Day, and man will give forevermore because of Christmas Day.